ആയിട്ട് വന്നിരിക്കുന്നു. ഈ ഗെയിം ഗ്രാൻഡ്മ 2 ആണ്. ഫസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, അതൊക്കെ കളിക്കാം. അപ്പോൾ ഗ്രാൻഡ്മ ഹൊറർ മൾട്ടിപ്ലെയർ 2 ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതൊന്ന് കളിക്കാൻ കഴിച്ചു. അപ്പോൾ ഗൈസ് മറ്റേ ഗ്രാൻഡ്മ 1 ഞാൻ എസ്കേപ്പ് ചെയ്തു ഗൈസ്. പക്ഷേ യൂട്യൂബിൽ ഇട്ടിട്ടില്ലായിരുന്നു, കാരണം തന്നെ ആയില്ല. എൻ്റെ കൂട്ടുകാരൻ അക്ഷയ് ഗെയിമിൽ എസ്കേപ്പ് ചെയ്തൊരു വീഡിയോ ഇടാൻ നോക്കി, പക്ഷേ സൗണ്ട് ഇല്ല ഗൈസ്, അത് കാരണം ഇട്ടിട്ടില്ല. അക്ഷയ് ഗെയിമിങ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ നമുക്ക് സിംഗിൾ പ്ലെയർ ആണ്. ഞങ്ങൾ ഇത്രയും നേരമൊക്കെ ഇരുന്ന് എൻ്റെ കൂട്ടുകാരൻ അക്ഷയ് ഗെയിമിങ്ങിൻ്റെ ഒക്കെ ഒപ്പം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്താണ് ഒരു കോൾ വന്നത്. അപ്പോൾ ഗൈസ് എൻ്റെ കൂടെ അമ്പാടി ഉണ്ട് ഗൈസ്. അമ്പാടി എന്ന് വെച്ചാൽ അമ്പാടി എൻ്റെ കൂട്ടുകാരനാണ്. ഇപ്പോൾ ഒമാനിന്നൊക്കെ വന്നിട്ടുള്ളൂ ഗൈസ്. ഒന്ന് പറഞ്ഞാൽ സംസാരിക്കും. ഹലോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടോ. അപ്പോൾ ഗൈസ് നല്ല രസമൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് 1, 2, 3, 4 പേർക്ക് കളിക്കാൻ പറ്റിയൊരു മൾട്ടിപ്ലെയർ ഗെയിമാണ്. അപ്പോൾ 4 പേർക്ക് ഇത് ഒരുത്തനും അങ്ങനെ 4 പേർക്ക് കളിക്കാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നുമില്ല ഗൈസ്, കാരണം വെച്ചാൽ ഇവിടെ പൊളിക്കണ പോലെ ഇത് തുറക്കാൻ പറ്റില്ല. പിന്നെ ഇതിവിടെ കല്ലാണ് ഗൈസ്. ഇനി ഇത് പിടിച്ച് ഇതിങ്ങനെ നിൽക്കുമ്പോൾ അത് മുകളിൽ പോകും ഗൈസ്. ഞാൻ കളിച്ചിട്ടുണ്ട്. ടോർച്ച് ഇരിക്കുന്നുണ്ട്. ടോർച്ച് ഇതാണ് കളി. നൈഫ് ഉണ്ട് എനിക്ക്. ഇപ്പോൾ നൈഫ് എടുത്തിട്ട് കാര്യമില്ല. അപ്പം ഒരു ഇന്നത്തെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പേണ്. ഗ്രാൻഡ് പ എന്ന് വെച്ചാൽ ഒരു ഡൂപ്പ് ഗ്രാൻഡ് പേയ്ക്കും. അപ്പോൾ ഗ്രാൻഡ് പേനെ ആദ്യം കണ്ടു. ആ ഗ്രാൻഡ് പ അതേ പോണു. ആ ഗ്രാൻഡ് പേണ് നമ്മളെ പിടിക്കാൻ തന്നെ ഗ്രാൻഡ് പ. ആ ഗ്രാൻഡ് പേനെ അധികം പേടിക്കാനൊന്നുമില്ല, ഭയങ്കര പാവം ഗ്രാൻഡ് പ. അപ്പോൾ ഗൈസ് നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഗ്യാസ് ഇതൊക്കെയുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യാൻ ബൈ. അപ്പോൾ അക്ഷിത് അമ്പാടി പോവുകയാണ് ഗൈസ്. അപ്പോൾ അമ്പാടി പോട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് കളിക്കാം. അയ്യോ പണി കിട്ടി ഗൈസ്. അയ്യോ പിടിക്കുന്നില്ല. ഗൈസ് ഓടിത്തള്ളടാ. ഇപ്പോൾ പിടിക്കും ഗൈസ്. എനിക്ക് ഇപ്പോൾ പിടിക്കും. അപ്പോൾ ഗൈസ് ആ പ്രേതത്തിനിപ്പോൾ കാണാനില്ല ഗൈസ്. പോയി നമ്മൾ ഈ വഴി അങ്ങോട്ട് ഓടണം ഗൈസ്. എല്ലാത്ത കഷ്ടം തന്നെ. ഇത് തുറക്കണം ഗൈസ്. ഇതിലെല്ലാം ഉണ്ടോ ബുള്ളറ്റാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഗ്യാസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ബുള്ളറ്റ്. ഇപ്പോൾ ഗ്യാസ് ഓയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓയിലാണ് ഇവിടെ ആവശ്യമുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വഴി പോയിട്ട് വേറെ ഗ്യാസ് ഓയിലൊക്കെ എടുക്കണം. അതിൻ്റെ മുമ്പ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ അവൻ വന്നിട്ട് ഒന്ന് തട്ടുന്നു.
ഗൈസ് ഇവിടെ ഒരു വഴിയുണ്ട് ഗൈസ്. അപ്പോൾ കുറേ സാധനങ്ങൾ ഇവിടെ കയറ്റി വെക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ നമുക്ക് തുറക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പറക്കാം ഗൈസ്. നമ്മളെ പിടിച്ചിട്ട് ഇനി പണി കിട്ടും ഗൈസ്. അപ്പോൾ നമുക്കിനി ഇവിടെ പോകണ്ടേ. നമുക്ക് പോകാം. 3 ഗ്യാസ് കിട്ടും. അപ്പോൾ ഗൈസ് ഗ്രാൻഡ് പോകണം. നമ്മൾ പതുക്കെ പോകണത്. ഇനി പിടിച്ചിട്ട് ഇനി പണി കിട്ടും ഗൈസ്. പോയെന്ന് എൻ്റെ വിശ്വാസം. നമ്മൾ അങ്ങോട്ട് പോയോ? പോയി. അപ്പോൾ ഗൈസ് നമുക്ക് ഈ വരാൻ തുറക്കാം. ഇത് പൊട്ടി ഗൈസ്. അപ്പോൾ ഗൈസ് ഗ്യാസ് ഓയിൽ ഇവിടെ ഗ്യാസ് ഓയിൽ വെക്കണം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഡോറിലൂടെ അല്ല എസ്കേപ്പ് ചെയ്യേണ്ടത്. ഇതാണ് ഗ്യാസ് ഓയിൽ കൊണ്ട് കാറിലാണ് പോകേണ്ടത്. ഇതും കൊണ്ട് എന്താ ഉപകാരം എന്ന് വെച്ചാൽ ഇത് ഇനി തുറക്കണം ഗൈസ്. ഗൈസ് ഇത്രയൊക്കെയുള്ളൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ചാർജിയൊക്കെ അവിടേക്ക് ഗൈസ്. ബാറ്ററി ചാർജർ കിട്ടി ഗൈസ്. ഈ ബാറ്ററി ഒക്കെ സിമ്പിളായിട്ട് ചാർജ് ചെയ്യാം. ഉപകാരം ഈ ചാർജർ ചാർജ് ചെയ്യാൻ സാധനം കാണിക്കും. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനി ചാർജ് ചെയ്യാം. ഈ ചാർജർ ഇവിടെ കയറ്റി വെക്കാം. ഇനി മറ്റേ വഴിക്ക് പോകേണ്ട ഏത് വഴിയാണെന്ന് മറന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ഒരു അകത്ത് പോയാ ഈ കേബിൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇത് ചാടണ്ട ഗൈസ്. ചാടിക്കഴിഞ്ഞാൽ തിരിച്ചു തരാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഗൈസ് പറ്റി ഗൈസ്. ഇത് മൊത്തത്തിൽ ഭയങ്കര ഇതാണ്. അപ്പോൾ നമുക്ക് വഴിയൊക്കെ മനസ്സിലാവുള്ള ഗൈസ്. ഏത് വഴി പോകണ്ടേ? ഇവിടെ കിട്ടിയ വഴി. അപ്പോൾ ഗൈസ് കേബിൾ വയർ ആ വയറിട്ടിന് കയറി ഇവിടെ വെയിറ്റ് ചെയ്യണം ഗൈസ്. ഇവിടെ പ്രേതം പന്നേരെ വെയിറ്റ് ചെയ്യണം. ഗൈസ് അപ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ട്.
ദേശോട്ട ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു ഇനി അങ്ങോട്ട് വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് കയറിപ്പോ അപ്പോൾ വരുമ്പോൾ ഗൈസ് പോവാ. എത്തി ഗൈസ്. ഗൈസ് ഞാൻ എത്തിയിട്ടുണ്ട്.